മണ്ണും മഴയും പ്രേമിക്കും നേരം കാറ്റും മരവും കെട്ടിപ്പുണരും പൂവും കുയിലും കൂട്ടിന് തേടുമ്പോൾ കാണുന്ന പാട്ടെല്ലാം പ്രേമഗീതങ്ങൾ. എന്നെയൊന്നും പ്രേമിച്ചാൽ എന്തടി പൂങ്കരളേ, നമ്മളൊക്കെ ഭൂമിയിൽ വന്നത് സ്നേഹിക്കാനല്ലേടി. മൂന്നാർ ഹമ്പിൾ കോട്ടേജിൽ നിന്നാ. കൂടെ വന്നവരൊക്കെ ഡാൻസ് ചെയ്ത് തളർന്ന് ഉറങ്ങണ്. നമ്മൾ നേരത്തെ ഉറങ്ങിയതുകൊണ്ട് നേരത്തെ എണീറ്റു. പിന്നെ ക്ഷീരകർഷകനും കൂടിയല്ലേ, സമയത്തിന് അങ്ങനെ എണീറ്റു. മൊത്തത്തിൽ ഫാമൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു. എല്ലാം നല്ല ഭംഗിയായിട്ട് പോകുന്നുണ്ട്. വളരെ സന്തോഷമായി കേട്ടോ. അതിരാവിലുള്ള ഇവിടുത്തെ കിളികളുടെ ശബ്ദം, ചിവിടികളുടെ ശബ്ദം, പ്രകൃതി ഭംഗി, അതുമാത്രമോ മരം കോച്ചുന്ന മഞ്ഞെന്ന് പറയാനില്ലെങ്കിലും ശരീരത്തിൽ രോമേറ്റിക്കുന്ന തണവുണ്ട് കേട്ടോ. പ്രകൃതി ഭംഗിക്ക് ഒരു കുറവുമില്ല കേട്ടോ. എത്ര കണ്ടാലും ആസ്വദിച്ചാലും മതി വരില്ല. ഹമ്പിൾ കോട്ടേജിലേക്ക് കയറി വരാമെന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ത്രില്ലാണ്. ചെറിയൊരു ട്രക്കിങ്ങാണ്. അങ്ങനെ കണ്ടോ, നേരം വെളുത്തു, ലൈറ്റുകളൊന്നും ഓഫ് ചെയ്തിട്ടില്ല. അങ്ങനെ ലൈറ്റിൽ കുളിച്ചുകൊണ്ട് നമ്മുടെ ഹമ്പിൾ കോട്ടേജിൻ്റെ മുൻവശമായി കാണുന്നത്. ഒരു കട്ട ചായം കുടിച്ച് ഇങ്ങനെ സിറ്റ് ഔട്ടിൽ വന്നിരുന്നാലോ സുഖം. അത് മാത്രമോ ഒരു പെട്ടി ചീട്ടുണ്ടെങ്കിൽ പറയും വേണ്ട. ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് ഇത്തരം പൂക്കൾ. ഇന്നലെ കുറച്ച് പാട്ടൊക്കെ പാടി, അതുകൊണ്ട് കൊരുക്ക് ശരിയല്ല കേട്ടോ. എല്ലാവരും അങ്ങനെ ക്ഷമിക്കുക. കണ്ട എന്താ ഒരു നീലിമ കണ്ട. നല്ല ഒന്നാം തരം തേൻ വരിക്ക, ഏറ്റവും മധുരം കൂടിയ ഓറഞ്ച്, തൊട്ടപ്പുറത്ത് ആപ്പിള്. നേരം വെളുത്ത് വരുന്നുള്ളൂ, അതുകൊണ്ട് ക്ലിയർ ആവണല്ലോ കേട്ടോ. വെളുത്ത പൂക്കളുടെ പേരറിയില്ല കേട്ടോ. കൊച്ചുകുട്ടികൾക്കൊന്ന് ആടങ്ങിയ ഒരു ചെറിയ ഊഞ്ഞാല്. ചുവപ്പുണ്ട്, ഇനി കാണിച്ചില്ല അത് പറയരുത് കേട്ടോ. ഞങ്ങൾ 12 കുടുംബനാഥന്മാർ ഒരു പൈലറ്റായിട്ട് യാത്ര ചെയ്യിച്ചു. കുട്ടികളുമില്ല, ഭാര്യമാരുമില്ല. പലരും മുറുമുറുത്തു, ചിലർ സ്നേഹത്തോടെ യാത്രയാക്കി, വേറെ ചിലർ ടാറ്റ തന്നു. ഹൃദയത്തിൻ്റെ വലിപ്പമനുസരിച്ച് എല്ലാവരും ചെയ്യും. പക്ഷേ പിരിഞ്ഞു പോന്നെങ്കിലും ഇവിടെ വന്ന് നാരങ്ങ വെള്ളമൊക്കെ അടിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ സ്നേഹം കാണണം. ഒളിച്ചിരുന്നും മാറിയിരുന്നും കുട്ടികളെ വിളിക്കുന്നു, ഭാര്യമാരെ വിളിക്കുന്നു, അത്യാവശ്യം പ്രേമിക്കുന്നു. രസം തന്നെ കേട്ടോ. എല്ലാം കഴിഞ്ഞ് അത്യാവശ്യം നല്ല 3 ബെഡ്റൂമുള്ളൊരു കോട്ടേജാണ്. അതിനകത്ത് എല്ലാവർക്കും കിടക്കാനുള്ള സ്ഥലമുണ്ട്. പക്ഷേ സ്നേഹം അവരവിടെയും പങ്കുവെച്ചു. നിരാന്ന് ഈ കാട്ടിലെ വീട്ടിലൊക്കെ തട്ടിയിട്ട മാതിരിയാണ് കെട്ടിപ്പിടിച്ചുള്ള കിടത്തി. കണ്ട, ഞാനൊന്നും ഉണ പറഞ്ഞൊന്നല്ല. കിടക്കാൻ കെടുപ്പ് കണ്ടോ. ഈ കുടുംബം പുലർത്താനുള്ള വക അധ്വാനിച്ചുണ്ടാക്കി കൊണ്ടുവന്ന് ക്ഷീണിക്കുമ്പോൾ ഇടയ്ക്ക് വല്ലപ്പോഴേക്കും ഒരു ട്രിപ്പ്. ഈ ടെലിഫോൺ, ലാൻഡ് ഫോൺ ഉണ്ടായി അങ്ങനെയാണ് ഒരുപാട് ശല്യങ്ങൾ തോന്നും. പക്ഷെ ഇല്ലാണ്ടായാലോ. അതുപോലെ കുടുംബമൊക്കെ ഒഴിവാക്കിയിട്ട് പോകുന്നൊരു ട്രിപ്പ്. കാര്യം ചെല്ലുമ്പോൾ ചോദിക്കും എപ്പോഴാണ് പോയി, എങ്ങനെയാണ് പോയി, എന്തിനാ പോയി, എന്താ ചെയ്തത്, ഏതാ ചെയ്തത്. അതൊക്കെ സ്നേഹം കൊണ്ടാണല്ലോ അല്ലേ. അപ്പോൾ പ്രിയപ്പെട്ടവരെ കൂടുതൽ നീട്ടണില്ല. എല്ലാവർക്കും ഒരു സുപ്രഭാതം നേരുന്നു. നല്ലൊരു ദിവസം നേരുന്നു.